നല്ല എരിവോട് കൂടിയിട്ടുള്ള ആ മുട്ട പുഴുങ്ങി പൊരിച്ചതും അതിന്റെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ ഒന്നാമത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, പിന്നെ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച കേട്ടോ. നമ്മൾ നോമ്പിന് മുന്നേയുള്ള ലാസ്റ്റത്തെ വെള്ളിയാഴ്ച, നെക്സ്റ്റ് വെള്ളിയാഴ്ച നമുക്ക് നോമ്പായിരിക്കും. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മസാല ആക്കി എടുക്കുക. എന്നിട്ട് മുട്ട നല്ലോണം ഒന്ന് കീറൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പെരക്കി കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചാൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് കരിയൂല. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവി നമുക്ക് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടാൽ അതിന് ഗ്രേവി കിട്ടൂല, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവിയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ചൂടുള്ള നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഗ്രേവിയും ആ മുട്ടയൊക്കെ വെച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മുട്ടക്കറിയും സലാഡും ഒന്നും ആക്കണ്ടേനു, ഇത് മാത്രം മതിയേനു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മുട്ടയും അതിൻ്റെ ഗ്രേവിയും മാത്രം മതി കേട്ടോ ചോറ് തിന്നാൻ.